മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ KPCC ആസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ദീപാദാസ് മുൻഷി എന്നിവർ ഇന്ദിരാഭവനിലെത്തിയിട്ടുണ്ട്. AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും വൈകിട്ടോടെ തിരുവനന്തപുരത്ത് എത്തിച്ചേരും. നാളെ രാവിലെ 10:30 കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരും. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ എന്നിവരെ മറ്റന്നാൾ ദില്ലിയിലേക്ക് വിളിപ്പിച്ചേക്കും. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ച ദീപാദാസ് മുൻഷി ഒപ്പം തന്നെ KPCC പ്രസിഡന്റും അടക്കം ഇന്ദിരാഭവനിൽ നടക്കുന്ന ചർച്ചയിൽ ആരൊക്കെ വേറെ പങ്കെടുക്കുന്നു? സ്മൃതി, KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ തിരക്കിട്ട ചർച്ചകളാണ്. മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്ന അല്പം മുമ്പാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എത്തിച്ചേർന്നത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി KPCC ആസ്ഥാനത്തുണ്ട്. ഒപ്പം അടൂർ പ്രകാശ് UDF കൺവീനർ ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതിനൊപ്പം തന്നെ നിയുക്ത MLA മാർ മാത്യു കോൾനാടൻ, VT ബൽറാം അടക്കമുള്ളവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കൂടിയാലോചനകളാണ്. കാരണം ഇന്ന് രാത്രിയോടെ തന്നെ നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും തലസ്ഥാനത്ത് എത്തിച്ചേരും. നാളെ രാവിലെ KPCC ആസ്ഥാനത്ത് തന്നെയാണ് രാവിലെ 10:30 MLA മാരുടെ യോഗം, പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്ന. ആ യോഗത്തിൽ MLA മാരുടെ അഭിപ്രായം ആരായും. അതിനുശേഷം വൈകിട്ടോടെ തന്നെ നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ദില്ലിയിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളായ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ഒപ്പം വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ദില്ലിയിലേക്ക് വിളിപ്പിക്കാനാണ് സാധ്യത. KPCC അധ്യക്ഷനായ സണ്ണി ജോസഫിനെയും വിളിപ്പിച്ചേക്കും. പിന്നീടുള്ള ചർച്ചകൾ ദില്ലിയിലായിരിക്കും. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾക്കൊടുവിലായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന നിർണായക തീരുമാനം ഉണ്ടാവുക. ഏതായാലും 2 ദിവസത്തിനകം തന്നെ തീരുമാനം ഉണ്ടാകുമെന്ന സൂചനയാണ് നമുക്ക് KPCC ആസ്ഥാനത്ത് നിന്നും ലഭിക്കുന്നത്. ഏറെ വൈകാതെ തന്നെ തീരുമാനമുണ്ടായാൽ തൊട്ടു പിന്നാലെ തന്നെ ഘടകകക്ഷികളുമായുള്ള വകുപ്പ് വിഭജന ചർച്ചകളടക്കം നടത്തേണ്ടതുണ്ട്. അതിന് പുറമെ കോൺഗ്രസിന്റെ മന്ത്രിമാരെ തീരുമാനിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഒട്ടേറെ ചർച്ചകൾ നടത്താനുണ്ട്. അതുകൊണ്ട് തിരക്കിട്ട ചർച്ചകളാണ്. മാരത്തോൺ ചർച്ചകൾക്ക് തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നു. മറ്റു പലയിടങ്ങളിലായി ഗ്രൂപ്പ് നേതാക്കൾ ഒത്തുചേർന്നുകൊണ്ട് MLA മാരുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. സ്മൃതി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.